ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 174 എപ്പിസോഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്കാണ് ഇന്നത്തെ ക്ലാസ് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മാത്രം കേട്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കണം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ശുദ്ധീകരണ അവസ്ഥ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ശുദ്ധീകരണം ആവശ്യമുള്ള, അതായത് മാരകപാപത്തിലല്ല മരിച്ചത്, ദൈവത്തിന്റെ വരപ്രസാദത്തിലാണ് മരിച്ചത്. എന്നാൽ എല്ലാം തികഞ്ഞ ഹൃദയശുദ്ധിയില്ല. അങ്ങനെയുള്ളവർക്ക് സ്വർഗമാണ് പ്രതിഫലം, പക്ഷെ ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ കഴിയില്ല. അങ്ങനെ ദൈവത്തോട് മുഖത്തോട് മുഖം കാണാൻ കഴിയില്ല, പക്ഷെ സ്വർഗം പ്രതിഫലം കിട്ടി. അങ്ങനെയുള്ളവർക്ക് ഹൃദയശുദ്ധി പ്രാപിക്കാൻ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി, അതായത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുമേ. അത്രയും പരിപൂർണത ഉണ്ടെങ്കിൽ ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ കഴിയും. അത്രയും പരിപൂർണത ഇല്ലെങ്കിൽ, ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ, അവർക്ക് ശുദ്ധീകരണത്തിന് ഒരു ഗ്രേസ് പീരീഡ് ദൈവം അനുവദിക്കുന്നു. അതിനെയാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലം എന്ന് നമ്മൾ പറയുന്നത്. അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇവർക്ക് എങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിക്കാൻ പറ്റുക? സ്വർഗം പ്രതിഫലമായി കിട്ടി, ദൈവത്തെ കാണാൻ കഴിയില്ല, അവർക്ക് ശുദ്ധീകരണത്തിൽ കടന്നു പോകണം. ഇവർക്ക് എങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിക്കാൻ പറ്റുക? ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി, മരിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം 1032 നിങ്ങൾക്ക് വായിക്കാം. അതിന്റെ റെഫറൻസ് ഒക്കെ അവിടെ കാണാം. ഞാൻ 2-3 തിരുവചനങ്ങൾ പറയാം. അവൻ അവരിൽ നിന്ന് 2000 ദ്രാക്മ പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി യെരൂസലമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. 2 മക്കബായർ 12:43 മരിച്ചുപോയ ആളുകൾക്ക് ശുദ്ധീകരണം ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം കുറച്ച് പണം പിരിച്ച് യെരൂസലമിലേക്ക് അയച്ചു കൊടുത്തു, പാവപരിഹാര ബലിക്ക്. മരിച്ചവർക്ക് പാവമോചനം കിട്ടാൻ, മരിച്ചവർ ഉയർക്കുമെന്ന പ്രതീക്ഷ ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവും ആകുമായിരുന്നു. 2 മക്കബായർ 12:44 മരിച്ചവർ ഉയർക്കുമെന്ന പ്രതീക്ഷ ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വമാകുമായിരുന്നു, ഈ പ്രതീക്ഷ ഇല്ലായിരുന്നെങ്കിൽ. എന്നാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി യൂദാസ് മക്കബേയൂസ് പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. 2 മക്കബായർ 12:46 മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഞാൻ ഈ തിരുവചനങ്ങൾ പറയുമ്പോൾ, 2 മക്കബായർ കോട്ട് ചെയ്യുമ്പോൾ, പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും യഹോവ സാക്ഷികളൊക്കെ അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് ചാടി പറയും, ഇത് ഞങ്ങളുടെ ബൈബിളിലില്ല. ഈ മക്കബാരുടെ പുസ്തകം ഞങ്ങളുടെ ബൈബിളിലില്ല. എന്റെ നിങ്ങളുടെ ബൈബിളിൽ ഇല്ലാത്തത്? യഹോവ സാക്ഷികളെ, പെന്തക്കോസ്തക്കാരെ, ദൈവസഭക്കാരെ, ക്രിസ്റ്റാഡൽഫിയൻസ്, അങ്ങനെയുള്ളവരൊക്കെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നാണ് ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ നിന്ന് എടുത്തു കളഞ്ഞത്? 1827 ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റിയാണ് ഈ പുസ്തകം ഉൾപ്പെടെ 2 മക്കബായർ ഉൾപ്പെടെ 7 പുസ്തകങ്ങൾ, ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഡെപ്റ്ററോ കാനോനിക്കൽ പുസ്തകങ്ങൾ ബൈബിളിൽ നിന്നും നീക്കം ചെയ്തത്. 1827 ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റിയാണ് ഈ 7 ഗ്രന്ഥങ്ങൾ ബൈബിളിൽ നിന്ന് നീക്കം ചെയ്തത്. അങ്ങനെ നീക്കം ചെയ്യാൻ അവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ആ അധികാരത്തെ അംഗീകരിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? ബൈബിളിൽ എത്ര പുസ്തകം വേണമെന്ന് കത്തോലിക്ക സഭയല്ലേ തീരുമാനിച്ചത്? അതെടുത്ത് മാറ്റാനായിട്ട് കത്തോലിക്ക സഭയ്ക്ക് അല്ലാതെ മറ്റാർക്കെങ്കിലും അധികാരമുണ്ടോ? അങ്ങനെ കത്തോലിക്ക സഭയ്ക്ക് ചെയ്യാൻ പറ്റുമോ? കത്തോലിക്ക സഭയ്ക്ക് പോലും ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ തോന്നിയ പോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പുസ്തകങ്ങൾ ഇങ്ങനെ ബൈബിളിൽ നിന്ന് മാറ്റുക, എന്നിട്ട് ഞങ്ങളുടെ ബൈബിളിൽ ഇല്ലെന്ന് പറയുക. അതെന്തൊരു മര്യാദയാത്? 19 നൂറ്റാണ്ട് നിങ്ങളുടെ ബൈബിളിൽ ഈ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. 19 നൂറ്റാണ്ട്, 1827 വരെ 19 നൂറ്റാണ്ട് നിങ്ങളുടെ ബൈബിളിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് തോന്നി ഇത് ആ പുസ്തകം വേണ്ടാന്ന്. നിങ്ങൾ ചില വ്യവസ്ഥകൾ ഉണ്ടാക്കി വെക്കുക, ആ വ്യവസ്ഥകൾക്ക് ചേരാത്ത പുസ്തകങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുക. അതൊരു മര്യാദയാണോ? ദൈവത്തിന് നിരക്കുന്നതാണോ? മനസാക്ഷിക്ക് നിരക്കുന്നതാണോ? പ്രൊട്ടസ്റ്റന്റ് മതസ്ഥാപകനായ മാർട്ടിൻ ലൂതറിന്റെ ബൈബിളിൽ പോലും ഈ 7 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു സെപ്പറേറ്റ് ബ്ലോക്കാക്കി വെച്ചിട്ട് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് മാത്രം. ഈ പുസ്തകങ്ങൾ അപ്രാമാണികമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നു. എന്താണ് നിങ്ങളുടെ അടിസ്ഥാനം? ഒരു ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റി ഈ പുസ്തകങ്ങൾ ബൈബിളിൽ നിന്ന് നീക്കം ചെയ്തിട്ട് ഇതെല്ലാം അപ്രാമാണികമാണെന്ന് പ്രഖ്യാപിക്കുക. അവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ആ അധികാരം അംഗീകരിക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം നൽകിയത്?
സഭയല്ലേ ബൈബിളിലെ പുസ്തകങ്ങൾ നിശ്ചയിച്ചത്? അത് എടുത്തു മാറ്റാൻ സഭയ്ക്കല്ലാതെ മറ്റാർക്കെങ്കിലും അധികാരമുണ്ടോ? സഭയ്ക്ക് പോലും അങ്ങനെ എടുത്തു മാറ്റാൻ കഴിയുമോ? അതിനാൽ ഈ കത്തോലിക്ക സഭ 7 പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞ കല്ല് വെച്ച നുണയുമായിട്ട് നിങ്ങൾ ഇനി വീടുകളിൽ കയറരുത്. കത്തോലിക്കർ ബോധം വെച്ചു തുടങ്ങി. അതുകൊണ്ട് നിങ്ങളുടെ ഈ തട്ടിപ്പൊന്നും ഇനി നടക്കില്ല. അതുകൊണ്ടാണ് ഇപ്പം കത്തോലിക്കരെ വളരെ ചുരുക്കമാണ് ഇങ്ങനത്തെ സഭകളിലേക്ക് പോകുന്നത്. വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് പോകുമെങ്കിലും സൈദ്ധാന്തികമായിട്ട് ആരും തന്നെ പോകില്ല. വിശ്വാസം സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളും പോകില്ല. വിശ്വാസത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളും കത്തോലിക്ക സഭയിൽ നിന്ന് പോകില്ല. കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങളുണ്ട്, സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങളുണ്ട്, എല്ലാ കാലത്തും സഭയിലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേലിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രവാചകന്മാരൊക്കെ വേറെ സഭ ഉണ്ടാക്കി പോവുകയോ ചെയ്തേ? അതോ ഉള്ളിൽ നിന്ന് വിമർശിച്ചോ? അവർ കല്ലെറിയപ്പെട്ടു, കൊല്ലപ്പെട്ടു. ഉള്ളിൽ നിന്ന് വിമർശിക്കുമ്പോഴാണ് അത് സംഭവിക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ ബൈബിളിൽ ഇല്ല എന്നും പറഞ്ഞ് നടക്കരുത്. നിങ്ങൾ ചെയ്ത പാപം തിരുത്തുക. ആ പുസ്തകങ്ങൾ റദ്ദ് ചെയ്തത്, ഡിലീറ്റ് ചെയ്തത് നിങ്ങൾ കൂട്ടിച്ചേർക്കുക. അപ്പോഴാണ് തിരുത്തുക. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ചർച്ചയുടെ സമാപനത്തില് ഈശോ ഇങ്ങനെ തീർപ്പ് കൽപ്പിക്കുന്നുണ്ട്. ലൂക്കാസിന്റെ സുവിശേഷം 20-ാം അധ്യായം 38-ാം വാക്യം. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. അവിടത്തേക്ക് എല്ലാവരും ജീവിച്ചിരിക്കുന്നവർ തന്നെ. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. അവിടത്തേക്ക് എല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണ്. ഇത് കർത്താവിന്റെ തീർപ്പാണ്, വെർഡിക്റ്റ് ആണ്. അതിനാൽ മരിച്ചവരെല്ലാം അന്ത്യവിധി വരെ നിദ്രയിലാണെന്ന ചില അകത്തോലിക്ക വിശ്വാസികളുടെ വാദം, പെന്തക്കോസ്തുകാരുടെയും യഹോവ സാക്ഷികളുടെയും കൃഷ്ണ ഡെൽഫൻസിന്റെയും മറ്റൊക്കെ വാദം ശരിയല്ല. ദൈവത്തിന് എല്ലാവരും ജീവിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്, ദൈവപുത്രൻ പറഞ്ഞത്, ദൈവമായ പുത്രൻ പറഞ്ഞത്. എന്നിട്ട് അവരൊക്കെ നിദ്രയിലാണെന്ന് പറയാൻ നിങ്ങൾ ആരാണ് പഠിപ്പിച്ചത്? വീണ്ടും ചോദ്യം, ഈ ശുദ്ധീകരണ അവസ്ഥയിലുള്ളവരെ സഹായിക്കാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെ? വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ഉത്തരം പറയാം. ദിവ്യകാരുണ്യത്തിലൂടെ നാം ഒരേ ഒരു കർത്താവിന് ശരീരവും രക്തവുമാണ് സ്വീകരിക്കുന്നത്, അല്ലേ? കർത്താവിന്റെ ഒരേ ശരീരവും ഒരേ രക്തവും, ഒരൊറ്റ ആളാണ് ഈശോ മിശിഹ. എല്ലാവരും സ്വീകരിക്കാൻ അവന്റെ ശരീരമാണ്, അവന്റെ രക്തമാണ്, അവന്റെ പ്രാണനാണ്. അപ്പോൾ നാം എല്ലാവരും അവന്റെ ശരീരമായി രൂപാന്തരപ്പെടുകയാണ്. യേശു ശിരസും നാം അവന്റെ അവയവുമാണെന്ന് കൊളോസ്യ ലേഖനത്തിൽ 1:18 1 കൊരിന്തോസ് 12:13 പൗലോസ് വളരെ വ്യക്തമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. യേശുവാണ് തല, നമ്മള് അവന്റെ ശരീരത്തിലെ അവയവങ്ങൾ. ശരീരത്തിൽ ഒരു അവയവത്തിന്റെ ഗുണം മറ്റവയവങ്ങൾക്ക് കിട്ടില്ലേ? അപ്പൊ യേശുവിന്റെ ഈ ആധ്യാത്മിക ശരീരമായ സഭയിലെ അംഗങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് ശുദ്ധീകരണത്തിന് കാരണമാകും. നമ്മൾ പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പുണ്യവസ്തുക്കളുടെ ഐക്യം എന്നാണ്. പുണ്യവസ്തു എന്ന് പറയുന്നത് കുർബാനയാണ്. കുർബാന എന്ന പുണ്യവസ്തു സ്വീകരിക്കുന്നവരെല്ലാവരും പുണ്യവാന്മാരുടെ ഐക്യത്തിൽ, വിശുദ്ധന്മാരുടെ ഐക്യത്തിൽ ഐക്യമായിട്ട് മാറുകയാണ്. ആ ഐക്യത്തിലുള്ളവര് നമ്മൾ സഭ പഠിപ്പിക്കുന്ന, വളരെ പണ്ട് പഠിപ്പിച്ചിരുന്ന ആ വാക്കുകൾ, വളരെ പണ്ട് മുതൽ പഠിപ്പിക്കുന്ന ആ വാക്കുകൾ വളരെ നല്ല നല്ല ടെർമിനോളജിയാണ്. വിജയസഭ, സമരസഭ, സഹനസഭ. ഈ 3 സഭയിൽപ്പെട്ടവർക്ക്, സ്വർഗത്തിലുള്ളവർക്കും ഭൂമിയിലുള്ളവർക്കും പിന്നെ ഈ ശുദ്ധീകരണ അവസ്ഥയിലുള്ളവർക്കും എല്ലാവരും ഒരൊറ്റ സഭയുടെ ഭാഗമാണ്, ഒരൊറ്റ ശരീരത്തിലെ അവയവങ്ങളാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതിന്റെ ഗുണം സ്വീകരിക്കാൻ പറ്റും. അത് കർത്താവാണത് ആർക്ക് വേണമെന്നൊക്കെ നിശ്ചയിക്കുന്നത്. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവര് ദൈവത്തെ മുഖത്തോട് മുഖം കാണാവുന്ന അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകൾ ദൈവം തന്നെ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തും. ഇതേക്കുറിച്ച് വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്ന ഒരു വാക്കുണ്ട്. ഇയ്യോബിന്റെ പുത്രന്മാര്, ജോബിന്റെ പുത്രന്മാര് തങ്ങളുടെ പിതാവിന്റെ ബലിവഴി ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചകൾ അവർക്ക് അല്പം ആശ്വാസം നൽകുമെന്നതിനാൽ നാം എന്തിനു സംശയിക്കണം? മരിച്ചവരെ സഹായിക്കുന്നതിലും നമ്മുടെ പ്രാർത്ഥനകൾ അവർക്കായി സമർപ്പിക്കുന്നതിലും നാം ശങ്കിക്കരുത്. കത്തോലിക്ക സഭയുടെ മതബോധനം 10:32 ഈ വിശുദ്ധന്റെ വാക്കുകൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ പുണ്യവാന്മാർ ഐക്യത്തിന്റെ ശക്തിയാൽ സഭ മരിച്ചവരെ ദൈവത്തിന്റെ കാരണത്തിന് സമർപ്പിച്ചുകൊണ്ട് ചൊല്ലുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 10:55 ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാവുകളെയും വിശിഷ്ട അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാവുകളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുകയാണ്. ഇതിനെയാണ് ഞാൻ പറഞ്ഞത് ഫാത്തിമ പ്രാർത്ഥന എന്നാണ് പറയാ. ആ ഫാത്തിമയില് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ആ കുട്ടികളോട് പറഞ്ഞതിന് ശേഷമാണ് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ തുടങ്ങിയത്. ജപമാലയിൽ ഓരോ ദശകം കഴിഞ്ഞും ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് ദൈവമാതാവ് ഫാത്തിമയിൽ വെച്ച് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും
മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ ഗംഭീരമായ ഒരു വിശുദ്ധ പാരമ്പര്യമാണെന്ന് ബൈബിൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ നമ്മൾ ബൈബിൾ വെളിപ്പെടുത്തിയാൽ പിന്നെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അതൊരു സംസ്കാരത്തിന്, നല്ല സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. മരിച്ചവർക്ക് വേണ്ടി, മരിച്ച ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നത് തുടരാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.